ഇന്ന് വരും. നീ ഇല്ലാണല്ലോ ഞാൻ വന്നത്. ഓ ഡാഡി അതിലുണ്ടാവും ഞാൻ പ്രതീക്ഷിച്ചേ. ഡാഡി പതുക്കെ വരും. ജിമ്മി ക്രിസ്മസിന് വരുമെന്ന് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചു. ഓഹോ ജിമ്മി എനിക്ക് എന്ത് പ്രസന്റ് കൊണ്ടുവന്നു? ജിമ്മി എനിക്ക് എന്താ ചേട്ടാ കൊണ്ടുവന്നു? എല്ലാവർക്കും പ്രസന്റേഷൻ കൊണ്ട് എല്ലാം തരും. ജിമ്മി നമ്മൾ കാറ് വാങ്ങിയിട്ടുണ്ട്. കാറ് കാറ് പറയാനേ ഒരാവും അനങ്ങില്ല. അത്രയ്ക്ക് കണ്ടീഷനാണോ? ക്രമത്തിലേറെ കുടിച്ചിട്ടുണ്ട്. ഞാൻ കുടിക്കും. ഇന്ന് എന്റെ മഴ വന്ന ദിവസമാണ്. നീ ആരും ചോദിക്കാം. ഞാൻ കുടിക്കും. എന്റെ മഴ വന്ന ദിവസമാണ്. ജിമ്മി ക്രിസ്മസിന് വരാതെ ഇപ്പൊ പെട്ടെന്ന് വന്നതെന്താ? ഐ എം ഗോയിങ് ടു UK. പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നാൽ ഉടൻ ജോലി അവിടെ സെറ്റിൽ ചെയ്തിട്ട് നിങ്ങൾ എല്ലാവരെയും ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോകാൻ എന്റെ പ്ലാൻ. എന്റെ ഡാഡിയുടെ റിലേറ്റീവ്സ് മുഴുത്ത UK-യിലാണ്. ഈ നാട്ടിൽ കിടന്ന് നശിക്കാതെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് പോവാം. ഞാൻ വരുന്നില്ല. ഞാൻ ഏതായാലും പോവും. എന്റെ അങ്കിൾസ് എല്ലാരും അവിടെയാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണം പോയാൽ പിന്നെ നമുക്കിവിടെ എന്താണ് സ്ഥാനം? അന്ന് നമ്മുടെ ആളുകൾക്ക് എല്ലാവരും ജോലി കിട്ടുമായിരുന്നു. ഇന്ന് എനിവേ ഐ വിൽ ഗോ. നമ്മൾ ജനിച്ചു വളർന്ന നമ്മുടെ രാജ്യം ഇതാണ് മമ്മി. ഞാൻ ജോലി ചെയ്ത കാലത്തെ ഇൻഷുറൻസും ഗ്രാറ്റുവിറ്റി ഒന്നും എനിക്ക് കളയാൻ സാധ്യമല്ല. അതൊക്കെ ഞാൻ അവിടെ പോയി സെറ്റിൽ ചെയ്തിട്ട് ആലോചിച്ചാൽ മതി. നീ പോയി കഴിഞ്ഞാൽ പിന്നെ നിന്നെ എനിക്ക് കാണാനൊക്കെ എനിക്ക് കുടിക്കണം. എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട്. ഞാൻ ഒന്നാം തരം വിസ്കി കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫോറിൻ വിസ്കി. ഡാഡി ഗുഡ് മോർണിംഗ് ജൂലിയൻ. അങ്കിൾ ഇന്ന് അടുക്കള പണിയാ. ഞാൻ നല്ലൊരു പാചകക്കാരനും കൂടിയാ. പുറത്താരോടും പറയരുത്. എന്നെ പോലുള്ള റെയിൽവേ ഓഫീസർ അടുക്കള പണി ചെയ്യുന്നു അറിഞ്ഞാൽ മഹാമോശ. ഉഷവാണി കൊപ്പ ബാക്കി ജോലി ഞാൻ ചെയ്തോളാം. എന്റെ വാരശിയാര് ഇനി 4 ദിവസത്തേക്ക് അടുക്കള കയറൂല. ജിമ്മി ഹാസ് ഗോൺ. എവിടെ? ഇംഗ്ലണ്ടിൽ. ഞങ്ങളെല്ലാം അവിടെ സെറ്റിൽ ചെയ്യാൻ പോകുന്നു. ജൂലിയും എല്ലാവരും പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഇക്കൊല്ലം പാസ്സായി കഴിഞ്ഞാൽ ശശിചേട്ടൻ പഠിക്കാൻ വേണ്ടി ഇംഗ്ലണ്ടിൽ പോകുന്നുണ്ട്. ബ്രദറിന്റെ അടുത്തുണ്ടോ? എന്ത് വേണോ അറിഞ്ഞിട്ട്? അത്രേ ഉള്ളൂ. ഇങ്ങോട്ടൊന്ന് നോക്ക്. കള്ളി അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ച് എന്താ ഞാൻ എല്ലാം കണ്ടു. റെയിൽവേ സ്റ്റേഷനിൽ വന്നത് ചേട്ടനെ യാത്രയാക്കാനെന്ന് മനസ്സിലായി. ലേറ്റ് ഒന്നുമല്ല. അവിടെ നിൽക്ക്, ഓടാതെ. ചേട്ടന്റെ എഴുത്തുണ്ടായിരുന്നു. കുറെ കഴിഞ്ഞ് ഞങ്ങളും ഇംഗ്ലണ്ടിൽ സ്ഥിരതാമസമാകും. ജൂലിയോട് പ്രത്യേകം ചോദിച്ചു. ജിമ്മിക്ക് വേഗം ജോലി കിട്ടൂലേ? ജൂലിയോട് ചേട്ടൻ പ്രത്യേകം ചോദിച്ചതാ എഴുതിയിരുന്നു. ഞങ്ങൾ എല്ലാവരും ഇംഗ്ലണ്ടിൽ പോകും. മതിയടി അഭിനയം. കാര്യമൊക്കെ ശരി. എന്റെ ചേട്ടൻ ഒരു ചട്ടക്കാരി പെണ്ണിന്റെ പിറകെ നടക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇനി എന്നെ ആക്ഷേപിക്കരുത്. കഴിഞ്ഞതൊക്കെ തേച്ച് മായ്ച്ചു. അയ്യോ വടി ഇടിയൊക്കെ എന്തിനാണ്? ഞമ്മള് മാപ്പാക്കാൻ പറഞ്ഞതല്ലേ. അല്ലോ നമ്മൾ കാശിനൊന്നും വന്നതല്ല. സായിപ്പേ, ഞമ്മക്ക് ബസക്കേടിൽ ഈ സാധനം കിട്ടി. കടയിലേക്ക് ചരക്ക് എടുത്തപ്പ ഒരുത്തൻ പെർസെന്റ് ചെയ്തതാണ്. എന്താണ് ഇത്? ബിസ്കിയാ? എന്തോന്ന് ബ്രാൻഡ്? യമണ്ടൻ. അല്ല, ഇത് നല്ല ബ്രാൻഡാണല്ലോ. ഞമ്മ ഇത് കഴിക്കൂല, ഹറാമാണ്. അല്ല, ഹറാമാണ്, ഞമ്മക്ക് കഴിക്കാൻ പാടില്ല. അപ്പൊ നമ്മൾ ബുദ്ധി ആലോചിച്ച് ഏറ്റവും വേണ്ടപ്പെട്ടത് ആരാണ് ആലോചിച്ചപ്പോ സാഹിബിന്റെ പേര് കിടക്കണം. നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മോളെ,
മമ്മിയെ ഇഞ്ഞ് വിളിക്ക്, ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് വരാൻ പറ. വണ്ടർഫുൾ വിസ്കി, വണ്ടർഫുൾ വിസ്കി. എന്താ മനസ്സിലായി? അല്ല ഇപ്പൊ പറഞ്ഞത് നല്ല 1ാം ക്ലാസ് വിസ്കിയാണ്. അതെ മണ്ടനല്ലേ? മിസ്റ്റർ റഹീം എന്താണ് കൊണ്ടുവന്നിരിക്കുന്നത് നോക്ക്. സോറി സോറി സോറി. നമുക്ക് മേലാൽ റഹീമിന്റെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ വാങ്ങിക്കണം എന്ന് തന്നെയുമല്ല അവിടെ കൊടുക്കാനുള്ള കാശ് കുറേശ്ശെ കൊടുത്ത് തീർക്കുകയും വേണം. ഡാർലിംഗ്, റഹീമിന് എന്തുകൊണ്ട് കുടി ഇനിയും പറഞ്ഞില്ല? അല്പം മാനേഴ്സ് വേണ്ടേ? ഞമ്മക്ക് ഇപ്പൊ ഒന്നും വേണ്ട. ആലപ്പിഴ കുറച്ച് കുടിച്ചു. ഞമ്മക്ക് ആറാമാണ്. ഇനി സായിപ്പിന് ഭയക്ക് വേണ്ട. ഞമ്മ ഒരു കഷ്ണം ഇറച്ചി തിന്നോ. നല്ലൊരു കഷ്ണം ഇറച്ചി അമ്മ നല്ല 1ാം ക്ലാസ് പന്നിയിറച്ചിയാണ്. ഡാർലിംഗ്, നീ കുറച്ച് കുടിക്കണം. ഇന്ന് റഹീമായിട്ടുള്ള വഴക്ക് തീർത്ത നല്ല ദിവസം. കുടിക്കണം. വേണ്ട, ഞാൻ കുടിക്കാം. സായിപ്പേ, ഞമ്മള് കടയിലേക്ക് ഒന്ന് പോകും. പോട്ടെ മദാമേ, കൊച്ചു മദാമേ, നമ്മള് പോയിട്ട് വരാം. കുടിച്ചത് മതി. എനിക്കിന്ന് കുടിക്കണം. കുടിച്ച് കുടിച്ച് പട്ടിയെ പോലെ റോഡ് വീണ് ചാവേ ഉള്ളൂ. എനിക്കിന്ന് കുടിക്കണം. എനിക്കിന്ന് ഡാൻസ് ചെയ്യണം. ഞാൻ ഇന്ന് ഡാൻസ് ചെയ്യും. ഞാൻ 3 ഡാഡി കഴിക്കലെന്ന് പറഞ്ഞ കേൾക്കില്ല. ഡാഡി, രാത്രിയിലേക്കുള്ള ഭക്ഷണം മടങ്ങി വരുമ്പോഴേക്കും ഞാൻ കൊണ്ടുവരാം. പുറത്തുനിന്ന് ഒന്നും കഴിക്കേണ്ട ഡാഡി. ഡാഡി പ്ലീസ് ഹിയർ ആഫ്റ്റർ ഡോണ്ട് ഡ്രിങ്ക്. എന്തിനാ ഈ മനുഷ്യൻ മദ്യം കഴിക്കുന്നത്? എനിക്ക് എന്ത് സുഖം ഈ മദ്യത്തിന് ചെലവാക്കുന്ന കാശ് കൊടുത്ത് മനുഷ്യൻ ലിവർ സൂപ്പ് വാങ്ങിച്ച് കഴിക്കരുത്. പക്ഷെ ഡാഡിക്ക് ഇപ്പൊ എപ്പോ മൗനമാണ്. എന്നാലെന്താ, എനിക്ക് നല്ല ഉത്സാഹം തോന്നുന്നു. അടുത്ത ക്രിസ്മസിന് പോലും ഞാൻ മദ്യം കഴിക്കില്ല. ഇപ്പോഴെങ്കിലും അത് തോന്നിയല്ല. മദ്യം കഴിച്ചാലുള്ള കുഴപ്പം ഇപ്പോഴാണ് മനസ്സിലായി തുടങ്ങിയത്. ജൂലി, നിന്റെ ഡാഡിക്ക് കുറച്ച് ലിവർ മേടിച്ച് സൂപ്പ് ഉണ്ടാക്കി കൊടുക്കണം. നീ രാത്രി പോകുമ്പോ എടുത്തോണ്ട് പോ. പിന്നെ നീ ഇന്ന് കുറച്ച് ഹെൽപ്പ് ചെയ്യണം. മിസ്റ്റർ പിള്ളയെ ഞാൻ ഡിന്നറിന് വിളിച്ചിട്ടുണ്ട്. ഓക്കെ മാം. ജൂലി, നിന്നെ കാണാൻ ഒരാൾ വന്നിരിക്കുന്നു. ആര്? ഞാൻ നോക്കില്ല. യു ഗോ ആൻഡ് സീ. ഹായ് ശശി. ഹായ്. എന്ന് വന്നു? 2 ദിവസമായി. ഞാൻ അറിഞ്ഞില്ല. ലീവ് ആയതുകൊണ്ട് ഊഷയും കണ്ടില്ല. പിന്നെ ഞാൻ ഈ വഴി പോകുമെന്ന് പറഞ്ഞപ്പോൾ ഉഷ തന്നയച്ചതാണ്. താങ്ക് യു. സൗകര്യമുള്ളപ്പോൾ വീട്ടിലേക്കൊന്ന് വരണമെന്ന് ഉഷ പറഞ്ഞു. ഞാൻ വരട്ടെ? ഉഷയുടെ ബ്രദർ മമ്മി. എവിടെ പോയി? എന്തിനു വന്നു? ഉഷ ഈ ബുക്ക് കൊടുത്തയച്ചു. എന്നോട് അങ്ങോട്ട് വരാൻ പറഞ്ഞയച്ചു. നീ ആ ബോയോട് അകത്തോട്ട് കയറിയിരിക്കാൻ പറഞ്ഞുകൂടായിരുന്നോ? യു ഹാവ് നോ മാനേഴ്സ് ജൂലി. ആരെങ്കിലും വന്നാൽ വിളിച്ചിരുത്തി സൽക്കരിക്കണ്ടേ? ഉഷയുടെ അവരാരും വിടില്ല. അവരൊക്കെ ഒരു മാരേജിന് പോയിരിക്കാം. 2 ദിവസം കഴിഞ്ഞേ തിരിച്ചു വരൂ. നിന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ കള്ളം പറഞ്ഞതല്ലേ. ഞാൻ പോട്ടെ. പ്ലീസ്, ഞാൻ പോട്ടെ. എന്നെ ഇത്ര പേടിയാണ്. ആരെങ്കിലും കാണും? ആരും കാണും. നോ പ്ലീസ്.
പ്ലീസ്. ജൂലി ഇരിക്കൂ. ഞാൻ പോട്ടെ. ജോലിക്ക് പോകണമെങ്കിൽ പോവാം, എനിക്ക് നിർബന്ധമൊന്നുമില്ല. ശശി പ്ലീസ്, എനിക്ക് ഭയമാകുന്നു. ആരെങ്കിലും വരും? ആരും വരില്ല. ശശി, ഡാഡി മമ്മി അറിഞ്ഞാലോ? അറിഞ്ഞാ അറിയട്ടെ. ഐ ഡോണ്ട് കെയർ ഫോർ ദം. ലെറ്റ് ദം ഗോ ടു ഹെൽ. ശശി, ശശി പ്ലീസ്. Come on, Julie. Julie, I like you. ഞാൻ പോട്ടെ ശശി. എത്ര വേഗം പോണം? എനിക്ക് പോണം. എന്നോട് പിണക്കമാണോ? രണ്ടു ദിവസം കഴിഞ്ഞാൽ അവരെല്ലാം വരും. അത് കഴിഞ്ഞാൽ ഞാൻ പോകും. പോയാലെന്ന് വരും? അടുത്തെങ്ങും വരില്ല. ഞാൻ വരുമ്പോഴേക്ക് ജോലിക്ക് വേറെ ബോയ് ഫ്രണ്ട് കാണും. ശശി, എനിക്കാരും വേണ്ട. എന്നെയും. ശശി എന്റെ എല്ലാമാണ്. My darling Julie. ശശി പ്ലീസ്, പ്ലീസ് ശശി, ശശി. ശശി, be careful. ഞാൻ പോട്ടെ. വരുമോ? എന്നോട് ഇഷ്ടമാണെങ്കിൽ വരണം.